കോടതിയുടെ ഇടപെടൽ പാർലമെൻറ്റിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് തെറ്റായ വിധത്തിൽ ഈ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നതിനെതിരായിട്ടുള്ള ഒരു കോടതിയുടെ ഒരു ഇടപെടലായിട്ടാണ് കിട്ടിയിടത്തോളം വിവരങ്ങൾ വെച്ചുകൊണ്ട് തോന്നുന്നത്. കേന്ദ്ര ഗവൺമെൻറ് അതിൽ ഉചിതമായ പാഠങ്ങൾ പഠിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കേന്ദ്ര ഗവൺമെൻറ് പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർക്കെതിരായിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുന്ന വിഷയം CPIM എന്നും ശക്തമായി വിമർശന വിധേയമാക്കിയിട്ടുണ്ട്. ചില പാർട്ടികൾക്ക് ആ പാർട്ടികളുടെ നേതാക്കന്മാർക്കെതിരായിട്ട് എന്തെങ്കിലും വരുമ്പോൾ മാത്രമാണ് പ്രശ്നം, മറ്റുള്ള സമയത്തൊന്നും അവർക്ക് പ്രശ്നമില്ല. എന്നാൽ CPIMനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് പൊതുവിൽ ഒരു സമീപനമുണ്ട്. നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ വൈരാഗ്യബുദ്ധിയോടുകൂടി കടന്നാക്രമിക്കുന്ന സ്ഥിതിവിശേഷം തുടരുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ പിടിച്ച് ജയിലിലിട്ട സംഭവമടക്കമുണ്ട്. ആ പൊതു സമീപനത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കന്മാർക്കെതിരായി നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെടുത്തിയ ഒരു കേസിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് CPIM ഇതിനെ കാണുന്നത്. വഖഫിൻ്റെ ഒക്കെ വഖഫിൻ്റെ എന്താ കോടതി ഇപ്പോൾ ഭാഗികമായിട്ട് മാറ്റങ്ങൾ മരവിപ്പിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ഇപ്പോൾ അതോടൊപ്പം തന്നെ വലിയ മാറ്റങ്ങൾ ഇനിയിപ്പോൾ വരുത്തരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതിയുടെ അനുമതിയില്ലാതെ ഒരു തരത്തിലുള്ള മാറ്റങ്ങൾ പാടില്ല എന്നാണ്. കോടതിയുടെ ഇടപെടൽ പാർലമെൻറ്റിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് തെറ്റായ വിധത്തിൽ ഈ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നതിനെതിരായിട്ടുള്ള ഒരു കോടതിയുടെ ഒരു ഇടപെടലായിട്ടാണ് കിട്ടിയിടത്തോളം വിവരങ്ങൾ വെച്ചുകൊണ്ട് തോന്നുന്നത്. കേന്ദ്ര ഗവൺമെൻറ് അതിൽ ഉചിതമായ പാഠങ്ങൾ പഠിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യം കൂടി, ഹിന്ദുസ്ഥാൻ ടൈംസിൽ അങ്ങ് കൊടുത്തൊരു അഭിമുഖത്തിൽ ഈ ഭാഷ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഉപയോഗിക്കേണ്ട ആവശ്യകത മനസ്സിലായിട്ടില്ല. അല്ല, ഇപ്പം ഞാൻ ചിലപ്പോൾ സംസാരിച്ചിട്ടുള്ളപ്പോഴും അത് വേണ്ടത്ര മനസ്സിലായിട്ടില്ല എന്നുള്ള ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം തിരുത്തലിന് വിധേയമാക്കേണ്ടതുണ്ട്. ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ആരുടെയെങ്കിലും സഹായം കൂടാതെ തന്നെ ഞങ്ങളെല്ലാം പറയുന്നത് മനസ്സിലാക്കാൻ കഴിയണം. രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധകമാണ്. ഒരു തൊഴിലാളി വർഗ പാർട്ടിയായ CPIMൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങളോട് സംവദിക്കുമ്പോൾ, ജനങ്ങളോട് ആശയവിനിമയം നടത്തുമ്പോൾ പറയുന്ന ഭാഷ സാധ്യമായത്ര ലളിതമായിരിക്കണം. അതിന് EMSനെയും AKGയും പോലുള്ളവരുടെ ഒരുപാട് ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. VS അച്യുതാനന്ദൻ്റെയും പിണറായി വിജയൻ്റെയും ഉദാഹരണമുണ്ട്. അപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ടവരെല്ലാം അതൊരു മാതൃകയാക്കി എടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ബംഗാളിൽ നിന്ന് വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്റർ മുർഷിദാബാദിലെയും മറ്റു കലാപത്തിൽ CPMൻ്റെ പ്രവർത്തകരെ പോലും പേരെടുത്ത് പറഞ്ഞ് CPMൻ്റെ റോളുണ്ട് എന്ന രീതിയിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ബംഗാളിൽ നടന്ന കലാപത്തിൽ. അല്ല, മുർഷിദാബാദിലെ പ്രശ്നമുണ്ടായിക്കഴിഞ്ഞപ്പോൾ പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പറും ബംഗാൾ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള മുഹമ്മദ് സലീം അവിടെ എത്തി പ്രശ്നബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് പരിക്കേറ്റവരും മറ്റ് മരണമടഞ്ഞവരും അവരുടെ എല്ലാം വീടുകൾ സന്ദർശിച്ചു. ഇപ്പം അവിടെ പ്രശ്നങ്ങളുണ്ടായവരെയൊക്കെ സഹായിക്കാനും പുനരധിവസിപ്പിക്കാനും ഏത് തരത്തിലുള്ള സഹായമാണോ അവർക്ക് ആവശ്യമുള്ളത് അതെല്ലാം നൽകാനും, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് നോക്കാതെ പ്രശ്നങ്ങളുണ്ടായവരുടെ എല്ലാം പ്രശ്നപരിഹാരത്തിന് വേണ്ടിയും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടും ബംഗാളിലെ പാർട്ടി നീങ്ങിക്കഴിഞ്ഞു. ഞങ്ങളും ഇവിടെ ആലോചിച്ച് ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അക്കാര്യം ഞങ്ങൾ ആലോചിക്കുന്നു. കൊല്ലപ്പെട്ട 2 പേരും CPMൻ്റെ പ്രവർത്തകരാണെന്നാണ്. അല്ല, മറ്റ് വിശദാംശങ്ങളിലേക്ക് സലിം തന്നെ അതിനെക്കുറിച്ചെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നത്